ദിസ് നിഹാൽ സാറാണ്. ഞാൻ വന്നത് പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾ എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന് ഞാൻ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞ 7 ചോദ്യങ്ങൾ പഠിച്ചു വെച്ചാൽ നാളെ കേരളത്തിൽ +1 പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി പോലും ക്രിസ്മസ് എക്സാമിന് തോൽക്കൂല. ചുമ്മാ പറയുന്നതല്ല, വീരവാദം മുഴക്കുന്നതല്ല, പഠിച്ചാൽ രക്ഷപ്പെടും. ചുമ്മാ മേലോട്ട് നോക്കുന്ന +1 എന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലും നിങ്ങൾ പരാജയപ്പെടും. ഓക്കെ, അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ആ 7 ചോദ്യങ്ങൾ കിടക്കാണ്. ഈ ചോദ്യങ്ങൾ എവിടുന്ന് കിട്ടി, എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കാൻ നിൽക്കണ്ട, പഠിച്ചാൽ മതി. ആദ്യ ചോദ്യം മക്കളെ ഇതാണ്: വൈ ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് FTTP? എന്തിനാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷം, ഫസ്റ്റ് പാസ്റ്റ് പോസിറ്റീവ് ആണല്ലേ, എന്തുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തെരഞ്ഞെടുക്കാൻ കാരണം? എന്താ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അപ്പൊ ഞാനും നിങ്ങളുമാണ് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെക്കാൾ ഒരു വോട്ട് എനിക്ക് കിട്ടിയാൽ മതി എനിക്ക് ജയിക്കാൻ. അതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. പഠിച്ചു വെക്കുക എന്താന്നുള്ളത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ദ ഡിസ്കഷണറി പവർ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ വിവേചന അധികാരങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ വിവേചനാധികാരങ്ങൾ ഇതെങ്ങനെ കിട്ടും? എന്തൊക്കെ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ വിവേചനാധികാരങ്ങൾ നിങ്ങൾക്കറിയാലോ, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ആ 4-5 പോയിന്റ് കറക്റ്റ് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ ചുരുക്കി വിശദീകരിക്കുക. എങ്ങനെയാണ് ഇന്ത്യയിലെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ? നമുക്കറിയാം 5 ഘട്ടങ്ങളിലായിട്ട് 3 റീഡിംഗ് ആണ്. 5 മാർക്കിന്റെ പക്ക ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ ചുരുക്കി വിവരിക്കുക. 5 ഫങ്ഷൻസ് ഉണ്ട്. 4 മാർക്കിന്റെ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ഈ ചോദ്യം നാളെ ചോദ്യ പേപ്പറിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ വേരിയസ് ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ അധികാര പരിധി, വ്യത്യസ്ത അധികാര രീതികൾ എന്തെല്ലാം, ഇതും നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരണ്ടി ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. എത്ര മാർക്കിന്റെ ചോദ്യം എന്നറിയോ? 8 മാർക്കിന്റെ എസ്സേ ചോദ്യമായി ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ചോദ്യം. ഓക്കെ, ഇനി അടുത്ത് വാട്ട് ഈസ് ഇക്വാലിറ്റി? എന്താണ് സമത്വം? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി. സമത്വത്തിന്റെ 3 മാനങ്ങളെ കുറിച്ച് ചുരുക്കി വിവരിക്കുക. എങ്ങനെയുണ്ടായി? ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇത്രയും ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിഹാൽ സാറെ ഉത്തരം തരും, നിങ്ങൾ ചോദ്യം മാത്രം പറഞ്ഞു പോലെ. ഈ ചോദ്യം പഠിച്ചു വെക്കുക. ഇത് ഉത്തരം കിട്ടണമെങ്കിൽ മക്കളെ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഇതിന്റെ ഉത്തരം ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. അതിന് മുൻപ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ താഴെയുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിഹാൽ സാർ, നിങ്ങൾ നേരെ പോവാ, ഇൻസ്റ്റാഗ്രാം എടുക്കുക, നിഹാൽ സാർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെർച്ച് ചെയ്യുക. അതിൽ പ്രൊഫൈൽ ലേൺ വിത്ത് നിഹാൽ സാർ എന്ന അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ലേൺ വിത്ത് നിഹാൽ സാർ എന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവിടെ എന്ത് ചെയ്യും? ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം അല്ലെ, ഇന്ന് വൈകിട്ട് 5 PM എന്ത് ചെയ്യും? ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് അവിടെ കിട്ടും. 5 മണിന്റെയോ 6 മണിന്റെയോ 6 മണിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഇതിന്റെ പിന്നെ ആൻസർ ഞാൻ വിത്ത് ക്വസ്റ്റ്യൻ അടക്കം ആൻസർ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റ് പഠിക്കുക, ലൈവിലേക്ക് എത്താൻ മറക്കരുത്. ഈ വീഡിയോ +1 പഠിക്കുന്ന അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കുട്ടികളും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാം, ചുമ്മാ തട്ടിവിടുന്ന കാര്യമില്ല. +1 പൊളിറ്റിക്കൽ സയൻസ് ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു സാധനം അറിയില്ല. പല ടീച്ചേഴ്സ് നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, ഫ്രണ്ട്സ് കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ക്രിസ്മസ് എക്സാമിന് പൊളിറ്റിക്സിന്റെ മാർക്ക് കാണിച്ചുകൊണ്ട് അവരെ ഞെട്ടിക്കാൻ റെഡി ആണെങ്കിൽ ഇന്നത്തെ ലൈവിലേക്ക് പോര്.